ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടറ്റ് ഒക്ടോബർ 2015 നടന്ന കേട്ടറ്റ് കാറ്റഗറി ഹിന്ദി സബ്ജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ 80 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: റെഗുലേഷൻ കാ ഹിന്ദി പാരിഭാഷിക് ശബ്ദ് കോൺ സാ ഹെ? ഇതാണ് ചോദ്യം. റെഗുലേഷൻ കാ ഹിന്ദി പാരിഭാഷിക് ശബ്ദ് കോൺ സാ ഹെ? ആൻസർ ഹെ വിനിമയ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ജഡിയ ഉപനാം കിസ് ഭക്ത കവി കാ ഹെ? ഓപ്ഷൻ എ ചിത്തസ്വാമി, ഓപ്ഷൻ ബി നന്ദദാസ്, ഓപ്ഷൻ സി പരമാനന്ദദാസ്, ഓപ്ഷൻ ഡി ഗോവിന്ദസ്വാമി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി നന്ദദാസ് എന്നുള്ളതാണ്. അപ്പം നന്ദദാസിനെ കുറിച്ച് മുന്നേ നമ്മളൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സ്വദേശ ഭാരതി കിസ് സപ്തക് കെ കവി ഹെ? ഓപ്ഷൻ എ താര സപ്തക്, ഓപ്ഷൻ ബി ദൂസര സപ്തക്, ഓപ്ഷൻ സി തീസര സപ്തക്, ഓപ്ഷൻ ഡി ചൗദ സപ്തക്. ആൻസർ ഇതാണ് ഓപ്ഷൻ ഡി ചൗദ സപ്തക്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ആഖിരി കലാം കിസ്ക ഉപന്യാസ് ഹെ? ഓപ്ഷൻ എ ദൂതനാഥ് സിംഗ്, ഓപ്ഷൻ ബി സ്വയം പ്രകാശ്, ഓപ്ഷൻ സി ഭഗവാൻ ദാസ് മോർവാൾ, ഓപ്ഷൻ ഡി ജഗദീഷ് ചതുർവേദി. ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ എ ദൂതനാഥ് സിംഹ ആണ്. ഇത് ആഖിരി കലാം എന്നുള്ളത് ഉപന്യാസമാണ് അല്ലേ? ജായ്സിയുടെ ആഖിരി കലാം എന്നുള്ളത് എന്താണ്? ഒരു വേറൊരു രചനയാണ്. അത് ഓർമ്മിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാം. श्री संप्रदाय के प्रवर्तक कौन है? ऑप्शन ए श्री चंद, ऑप्शन बी रामानुज, ऑप्शन सी स्वामी निरंजन, ऑप्शन डी स्वामी हरिदास. അല്ലെ, ശ്രീ സമ്പ്രദായന്റെ പ്രവർത്തകർ വരുന്നത് ഓപ്ഷൻ ബി രാമാനുജാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: संसदीय राजभाषा समिति में लोकसभा के कितने सदस्य हैं? ए 10, बी 15, सी 20, ഡി 30. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 20 എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ജയശങ്കർ പ്രസാദ് പ്രാരംഭമായി കിസ് നാം സെ കവിത കർത്തേ थे? ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി കലാധർ എന്നുള്ളതാണ്. തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഗജാധർന്നും യശോധർന്നും ശങ്കർന്നൊക്കെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, കലാധർ എന്നുള്ളതാണ് ജയശങ്കർ പ്രസാദിന്റെ പ്രാരംഭത്തിലുള്ള പേര് എന്നുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഉത്തരി രാജസ്ഥാനി കാ ഉദ്ഭവ് കിസ്സെ ഹുവാ ഹെ? ഓപ്ഷൻ എ ശൗര്യസേനി അപഭ്രംശ്, ഓപ്ഷൻ ബി പൈശാചി, ഓപ്ഷൻ സി ബ്രാച്ചഡ്, ഓപ്ഷൻ ഡി മാഗധി. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ എ ശൗര്യസേനി അപഭ്രംശ് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ആഭൂഷൺ പ്രിയത पर आधारित प्रेमचंद का उपन्यास कौन सा है? ऑप्शन ए सेवा सदन, बी നിർമ്മല, സി പ്രതിജ്ഞ, ഡി ഗബൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഗബൻ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അപഭ്രംശി വ്യാകരൺ കാ രചനാകാർ കോൺ ഹെ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഹേമചന്ദ്ര എന്നുള്ളതാണ് അല്ലേ? അപ്പം ഹേമചന്ദ്രന്റെ സിദ്ധ ഹേമ ശബ്ദാനുശാസനം എന്നുള്ളതാണ് എന്ത് അപഭ്രംശി വ്യാകരൺ ടെക്സ്റ്റിന്റെ പേര് വരുന്നത്. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: रूढ़ा और प्रयोजनवती किस शब्द शक्ति के प्रमुख भेद है? ए अभिधा, बी ലക്ഷണ, സി വ്യഞ്ജന, ഡി വാച്യാർത്ഥ വൃത്തി. ആൻസർ വരുന്നത് ലക്ഷണ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ആഖിരി ചട്ടാൻ തക്ക് യാത്രാവൃത്ത് കെ ലേഖക് കോൺ ഹെ? ഓപ്ഷൻ എ രാമവൃക്ഷ് ബേനിപുരി, ഓപ്ഷൻ ബി അഗ്യേയ്, ഓപ്ഷൻ സി യശ്പാൽ, ഓപ്ഷൻ ഡി മോഹൻ രാകേഷ്. ആഖിരി ചട്ടാൻ തക്ക് എന്നുള്ള യാത്രാവൃത്തിന്റെ ലേഖകൻ ആരാണ്? മോഹൻ രാകേഷ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇൻമേ ഊഷ്മ വ്യഞ്ജൻ കാ ഉദാഹരൺ കോൺ സാ ഹെ? ഓപ്ഷൻ എ സ, ഓപ്ഷൻ ബി ര, ഓപ്ഷൻ സി ല, ഓപ്ഷൻ ഡി യ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ സ എന്നുള്ളതാണ് ഊഷ്മ വ്യഞ്ജൻ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നാഭാദാസ് കെ ഗുരു കോൺ ഹെ? ഓപ്ഷൻ എ അഗ്രദാസ്, ഓപ്ഷൻ ബി വല്ലഭാചാര്യ, ഓപ്ഷൻ സി വിഷ്ണുസ്വാമി, ഓപ്ഷൻ ഡി രാഘവാനന്ദ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വിഷ്ണുസ്വാമി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. भवानी प्रसाद मिश्र को किस काव्य संग्रह पर साहित्य अकादमी पुरस्कार मिला? ऑप्शन ए गीत फरोश, ऑप्शन बी बुनी हुई रस्सी, ഓപ്ഷൻ സി അന്ധേരി, ഓപ്ഷൻ ഡി ചകിത് ഹെ ദുഃഖ്. ഇതൊക്കെയും ഭവാനി പ്രസാദ് മിശ്രൻ്റെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാവ്യ സംഗ്രഹത്തിന് മുകളിലാണ് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബുനി ഹുയി രസി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. इनमें गीतांजलि श्री की रचना कौन सी है? ऑप्शन ए चिनार, ऑप्शन बी वैरागी, ऑप्ഷൻ സി മുണ്ടേർപ്പർ, ഓപ്ഷൻ ഡി ലാക്ഷാഗ്രഹ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി വൈരാഗി എന്നുള്ളതാണ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: നിരാലാകൃത് സുഗുൽ की बीबी किस प्रकार की रचना है? ഓപ്ഷൻ എ രേഖാചിത്ര, ഓപ്ഷൻ ബി ഉപന്യാസം, ഓപ്ഷൻ സി കാവ്യ, ഓപ്ഷൻ ഡി കഹാനി. ആൻസർ വരുന്നത് എന്താണ്? കഹാനി എന്നുള്ളതാണ്. നിരാലയുടെ സുഗുൽ की बीबी എന്നുള്ളത് എതിർത്തുള്ള രചനയാണ്, കഹാനിയാണ് അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ദേശ് വ്യാകുൽ ഹെ
ये किस शब्द शक्ति का उदाहरण है? അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി രൂഢാലക്ഷണ എന്നുള്ളതാണ് ആൻസർ വരുന്നത് ഇല്ലേ. ശുദ്ധാലക്ഷണ പറയുന്നുണ്ട്, ഗൗണി ലക്ഷണ പറയുന്നുണ്ട്, രൂഢാലക്ഷണ, സാരോപലക്ഷണ. അപ്പോൾ ഇതിൽ ദേശവ്യാകുൽഹ എന്നുള്ളത് ഏത് ശക്തിക്ക് ഉദാഹരണം എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി രൂഢാലക്ഷണക്ക് ഉദാഹരണമാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. आंखें चार होना मुहावरा का अर्थ क्या है? ऑप्शन ए आश्चर्यचकित होना, ऑप्शन बी गुस्सा होना, ऑप्शन सी प्रेम उत्पन्न होना, ऑप्ഷൻ ഡി ഭയഭീതി ഹോന. ആൻസർ എന്താണ്? ഓപ്ഷൻ സി പ്രേം ഉത്പന്ന ഹോന എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. പർദ ഉടാവോ പർദ ഗിരാവോ കിസ്കി രചന ഹെ? ഓപ്ഷൻ എ ഉപേന്ദ്രനാഥ് അസ്ക്, ഓപ്ഷൻ ബി നരേന്ദ്ര കോഹ്ലി, ഓപ്ഷൻ സി വൃന്ദാവൻ ലാൽ വർമ്മ, ഓപ്ഷൻ ഡി ഉദയ് ശങ്കർ ഭട്ട്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഉപേന്ദ്രനാഥ് അസ്ക് എന്നുള്ളതാണ് അല്ലേ. പർദ ഉടാവോ പർദ ഗിരാവോ ആരുടെ രചന? ഉപേന്ദ്രനാഥ് അസ്ക് ജിയുടെ രചന. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഭാരത് കാ പഹല സമാചാർ പത്ര കോൺ സാ ഹെ? ഓപ്ഷൻ എ ബംഗാൾ ഗസറ്റ്, ഓപ്ഷൻ ബി ഉദ്ദണ്ഡ് മാർത്തണ്ഡ്, ഓപ്ഷൻ സി ബംഗദൂത്, ഓപ്ഷൻ ഡി പ്രജാമിശ്ര. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഇതാണ് ഓപ്ഷൻ എ ബംഗാൾ ഗസറ്റ്. ഇപ്പോൾ അടുത്ത ചോദ്യം നോക്കുക. गुनाहों का देवता किस प्रकार का उपन्यास है? ऑप्शन ए ऐतिहासिक, ऑप्शन बी सामाजिक, ऑप्ഷൻ സി ആഞ്ചലിക്, ഓപ്ഷൻ ഡി മനോവൈജ്ഞാനിക്. അപ്പോൾ എന്താണ് ആൻസർ? ഗുനാഹോം കാ ദേവത എന്നുള്ളത് ഏത് തരത്തിലുള്ള ഉപന്യാസമാണ്? ഓപ്ഷൻ ഡി മനോവൈജ്ഞാനിക് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. സഞ്ചാരി ഭാവോं की संख्या कितनी है? ഓപ്ഷൻ എ 32, ബി 33, സി 36, ഡി 38. അപ്പോൾ ആൻസർ 33 എന്നുള്ളതാണ്. സഞ്ചാരി ഭാവോं की സംഖ്യ എത്രയാണ്? 33 ആണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഗൗഡീയ സമ്പ്രദായ का प्रवर्तक कौन है? ऑप्शन ए स्वामी हरिदास, ऑप्शन बी चैतन्य महाप्रभु, ऑप्शन सी മധ്വാചാര്യ, ഓപ്ഷൻ ഡി രാമാനുജാചാര്യ. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ചൈതന്യ മഹാപ്രഭു എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം. ഇൻമേം ജിഹ്വാമൂലി വ്യഞ്ജൻ കോൺസാ ഹെ? ഓപ്ഷൻ എ ജ, ഓപ്ഷൻ ബി പ, ഓപ്ഷൻ സി ക, ഓപ്ഷൻ ഡി ത. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ക എന്നുള്ളതാണ് ജിഹ്വാമൂലി വ്യഞ്ജൻ. അപ്പോൾ അടുത്ത ചോദ്യം. हाइकू मूलतः किस देश की काव्य शैली है? ऑप्शन ए जापान, बी पाकिस्तान, सी रूस, डी ജർമ്മനി. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ജപ്പാൻ എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇത് പലപ്പോഴും ആവർത്തിച്ച ചോദ്യം കൂടിയാണ്. കേട്ടറ്റിൽ ആവർത്തിച്ച ചോദ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഹൈക്കു മൂലതഃ കിസ് ദേശിക്ക് കാവ്യശൈലി ഹെ? ഓപ്ഷൻ എ ജപ്പാൻ. ഇത് പലതവണ ആവർത്തിച്ച് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം. പിയോഗി ഹോഗ പഹല കവി ആഹ്സെ ഉപജ ഹോഗ ഗാൻ യ കിസ്കി ഉക്തി ഹെ? ഓപ്ഷൻ എ ബച്ചൻ, ബി സിയാരാം ശരൺ ഗുപ്ത്, സി പന്ത്, ഡി മഹാദേവി. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി പന്ത് എന്നുള്ളതാണ്. ഇതും പല പരീക്ഷയ്ക്കും ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ അടുത്ത ചോദ്യം. ഖുണ്ടിയോं पर टंगे लोग किस विधा की रचना है? ഓപ്ഷൻ എ കവിത, ബി കഹാനി, സി ഉപന്യാസ്, ഡി ജീവനി. ആൻസർ എന്താണ്? ഓപ്ഷൻ എ കവിത എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. പത്മാവത് കാ നായക് കോൻ ഹെ? ഓപ്ഷൻ എ രത്നസെൻ, ബി ജയസിംഹ്, സി സോമദത്ത്, ഡി വിജയസിംഹ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ രത്നസേനാണ്. നിങ്ങൾ കേഡറ്റിന് പഠിക്കുന്നവർ ജായസിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതൊക്കെയാണ്, അതുപോലെ പത്മാവത് പബ്ലിഷ് ചെയ്ത വർഷം, പത്മാവതിൽ നായകനാര് നായികയാര്, അങ്ങനെ കുറേ പത്മാവതുമായിട്ട് ബന്ധപ്പെട്ട ജായസിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കണം. കാരണം ജായസിനെ കുറിച്ച് എന്തായാലും ചോദിച്ചേക്കും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഹിന്ദി സാഹിത്യ സമ്മേളൻ കെ സംസ്ഥാപക് കോൻ ഹെ? ऑप्शन ए डॉक्टर राजेंद्र प्रसाद, बी पुरुषोत्तम दास टंडन, സി ഡോക്ടർ ജഗദീഷ് ശരൺ, ഡി ഹിമാംശു ചതുർവേദി. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി പുരുഷോത്തം ദാസ് ടണ്ടൻ. അടുത്ത ചോദ്യം. ശബ്ദാർത്ഥോ സഹിതോ കാവ്യം കിസ്കി ഉക്തി ഹെ? ഓപ്ഷൻ എ ഭാമഹ്, ബി വാമൻ, സി രാജശേഖർ, ഡി ജഗന്നാഥ്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഭാമഹ്. ഇതുപോലെ എന്തെങ്കിലും തന്നിട്ട് ശബ്ദാർത്ഥോ സഹിതോ കാവ്യം, ഇതുപോലെ വേറെയും കുറേ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെയുള്ള ഉക്തികൾ തന്നിട്ട് ഇത് ആരുടേതാണ്? വാമൻ്റെ ചോദിക്കാം, ജഗന്നാഥിൻ്റെ ചോദിക്കാം, അതുപോലെ പലതും ചോദിക്കാം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ജയ്പൂരി കാ ദൂസര നാം ക്യാ ഹെ? ഓപ്ഷൻ എ കൗരവി, ബി ഡുണ്ടാണി, സി മാൾവി, ഡി മേവാത്തി. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ഡുണ്ടാണി എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം. യദി പ്ലസ് അബി യദ്യപി ഇസ്മേം കോൺ സി സന്ധി ഹെ? എ ഗുണസന്ധി, ബി വൃദ്ധിസന്ധി, സി യണസന്ധി, ഡി അയാനി സന്ധി. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി അയാനി സന്ധി എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം. कामायनी के अंतिम सर्ग का नाम क्या है? ऑप्शन ए इड़ा, बी काम, സി ലജ്ജ, ഡി ആനന്ദ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ആനന്ദ് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. मैथिली शरणगुप्त रचित यशोधरा किस प्रकार का काव्य है? ए चंबू, बी महाकाव्य, സി ഖണ്ഡകാവ്യ, ഡി മുത്തകാവ്യ. അപ്പം ആൻസർ എന്തായിരുന്നു? ചമ്പു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. पेपर वेट में किसकी कहानियाँ संकलित है?
ഓപ്ഷൻ എ നിർമ്മൽ വർമ്മ, ബി ഗിരിരാജ് കിഷോർ, സി ജ്ഞാനരഞ്ജൻ, ഡി മധുകർ സിംഗ്. ആൻസർ ഗിരിരാജ് കിഷോർ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, പുരാനി ഹിന്ദിക്കോ പ്രാകൃത ആവാസ് കിസ്നെ കഹ? എ ശുക്ലജി, ബി ഗുലേരി, സി നന്ദുലാരെ വാജ്പേയി, ഡി രാഹുൽ സാങ്കർദയാൻ. ഇപ്പം എന്താണ് ആൻസർ? ഓപ്ഷൻ എ ശുക്ലജി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, काव्य की आत्मा के रूप में कल्पना शक्ति की प्रतिष्ठा किसने की? ए एस डी कॉलरिज, बी टी एस इलियट, सी ഷെയ്ലി, ഡി ഡ്രൈഡൻ. ആൻസർ ഓപ്ഷൻ എ എസ് ടി കോളറിഡ്ജ് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഛായാവാദ് ബിലായത്തി അഭിവ്യഞ്ജനവാദ് കാ ബിലായത്തി സംസ്കरण है किसका कथन है? ഓപ്ഷൻ എ ഭാരതേന്ദു, ബി പ്രസാദ്, സി ശുക്ലജി, ഡി മഹാവീർ പ്രസാദ് ദ്വിവേദി. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ശുക്ലജി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, कहते हैं जिसको प्यार नाटक के रचयिता कौन है? ए सुरेश शुक्लचंद्र, बी सुशील कुमार सिन्हा, सी कृष्ण बलदेव वैद, ഡി രാജേഷ് ജൈൻ. ആൻസർ കൃഷ്ണ ബലദേവ വൈദ് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, സക്രി കഹാനിക്ക് പ്രവർത്തക് കോൺ ഹെ? ഓപ്ഷൻ എ മഹീബ സിംഗ്, ബി രാകേഷ് ബസ്, സി കമലേശ്വർ, ഡി സലഭ ശ്രീരാം സിംഗ്. ഇതിൽ ആൻസർ വരുന്നത് രാകേഷ് ബസ് എന്നുള്ളതാണ്. പലപ്പോഴും ചോദിക്കാറുണ്ട് സക്രിയ കഹാനി ആരുടേതാണ്, പ്രവർത്തകാരാണ്, അതുപോലെ സമാന്തർ കഹാനിയുടെ പ്രവർത്തകാരാണ് അല്ലേ. അപ്പോൾ ഈ കഹാനി ആന്തോളനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, കൽപ്പന കെ ലിയെ ഫാൻസി ശബ്ദ കാ പ്രയോഗ കിസ്നെ കിയ? എ ഹോറേസ്, ബി പ്ലേറ്റോ, സി ജോൺ ഡ്രൈഡൻ, ഡി ക്രോച്ചെ. ആൻസർ വരുന്നത് ജോൺ ഡ്രൈഡൻ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, യാദോं की परछाइयां किसकी आत्मकथा है? ए पांडेन, बच्चन, शर्मा, उग्रे, ബി നാംവർ സിംഗ്, സി ചതുർസേൻ ശാസ്ത്രി, ഡി രാംവിലാസ് ശർമ്മ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ചതുർസേൻ ശാസ്ത്രി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം, നാഗരി പ്രചാരണി സഭയ്ക്ക് സ്ഥാപന കിസ് വർഷമേ ഹുയി? 1875, 1893, 1895, 1899. ആൻസർ വരുന്ന ഓപ്ഷൻ ബി 1893 എന്നുള്ളതാണ്. അപ്പോൾ നാഗരി പ്രചാരണി സഭയ്ക്ക് സ്ഥാപന 1893 ഉണ്ടായത്. ഇതും ആവർത്തിച്ച ഒരു കേട്ടറ്റിനെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, താലോമേം ബന്ദ് പ്രജാതന്ത്ര നാമക് ഏകാംഗി കെ രചനാകാർ കോൺ ഹെ? ഓപ്ഷൻ എ വീരേന്ദ്ര മിശ്ര, ബി വസന്തകുമാർ പരിഹാർ, സി വിഭു കുമാർ, ഡി ഗിരീഷ് ബക്ഷി. ഇതിൽ ആൻസർ വരുന്നത് സി വിഭു കുമാർ എന്നുള്ളതാണ്. അടുത്തത്, ഇൻമേം പുല്ലിംഗ ശബ്ദ കോൺസാ ഹെ? ഓപ്ഷൻ എ പക്ഷി, ബി പകടി, സി പതവാർ, ഡി പദാവലി. ആൻസർ വരുന്ന ഓപ്ഷൻ എ പക്ഷി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, സാഹിത്യാനുശീലൻ കിസ്കെ ദ്വാര രചിത സമീക്ഷാ ഗ്രന്ഥ ഹെ? ഓപ്ഷൻ എ ശിവദാൻ സിംഗ് ചൗഹാൻ, ബി ഗുലാബ് റായ്, സി പ്രകാശ് ചന്ദ്രഗുപ്ത്, ഡി രാംവിലാസ് ശർമ്മ. ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ശിവദാൻ സിംഗ് ചൗഹാൻ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, പ്രകാശ് और परछाइयां किस प्रकार का संग्रह है? ഓപ്ഷൻ എ നാടക്, ബി കഹാനി, സി റിപ്പോർട്ടാർജ്, ഡി ഏകാംഗി. ആൻസർ വരുന്ന ഓപ്ഷൻ സി റിപ്പോർട്ടാജ് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ദുൽഹിൻ ഗാവഹു മംഗളാചാർ കിസ്കി പങ്ക്തി ഹെ? ഓപ്ഷൻ എ കബീർദാസ്, ബി സൂർദാസ്, സി ജായ്സെ, ഡി തുളസീദാസ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ എ കബീർദാസ് എന്നുള്ളതാണ്. കബീർദാസിൻ്റെ ഒരുപാട് വരികൾ ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ കബീർദാസായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ ഒരുവിധം കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം, इनमें ज्ञानेंद्र पदी की रचना कौन सी है? ए गंगाधर, बी कोई ऐसा शब्द हो, സി യഥാസംഭവ്, ഡി ദുഃഖ കാ തന്ത്ര. ആൻസർ വരുന്ന ഓപ്ഷൻ എ ഗംഗാധർ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, അപ്പോൾ ഇത് शैशवावस्था में शिशुओं का मानसिक विकास कैसे होता है? ഓപ്ഷൻ എ അതിമന്ത്, ബി മന്ത്, സി തീവ്ര, ഡി അതിതീവ്ര. അപ്പോൾ ആൻസർ എന്തായിരുന്നത്? ഓപ്ഷൻ ഡി അതിതീവ്ര എന്നുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം, പാഠ്യവസ്തു को बिना किसी व्याख्या या विवेचन के प्रस्तुत करने को क्या कहा जाता है? ഓപ്ഷൻ എ പ്രചാർ, ബി വ്യാഖ്യ, സി ഉദ്ഘാടൻ, ഡി മൂല്യാങ്കൻ. ഓപ്ഷൻ സി ഉദ്ഘാടൻ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്തത്, अध्यापक का कर्तव्य है बालक के अंदर निहित शब्दों को बाहर निकालना. ऑप्शन बी बालक के मस्तिष्क को ज्ञान से भरना, सी बाहर से बालक के अंदर कुछ लाता जाए, ഡി ज्ञान को सीमाओं में बांधना. ഓപ്ഷൻ എ ആണ് ആൻസർ. എന്താണ്? बालक के अंदर निहित शक्तियों को बाहर निकालना. അടുത്ത ചോദ്യം, लक्षित अध्ययन पर प्रभाव डालने वाले मुख्य तत्व यह है. ऑप्शन ए शैक्षिक प्रविधियां, बी अध्ययन समस्या को मन में लाना, सी समस्या का समाधान, डी संक्षेपीकरण. आंसर ए ऑप्शन ए ആണ് ആൻസർ, शैक्षिक प्रविधियां. അടുത്ത ചോദ്യം, अच्छे प्रश्नों के लक्षण में शामिल न होने वाली बात कौन सी है? ए शब्दावली निश्चित हो,
बी निश्चित उद्देश्य से हो, सी विचारधारा के संबंध में न हो, डी आयु एवं योग्यता के अनुसार हो. ഓപ്ഷൻ സി ആണ് ആൻസർ. എന്താണ് ആൻസർ? വിചാരധാര के संबंध में न हो. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. प्रयोजनवादी दृष्टिकोण से शैक्षणिक प्रक्रिया में 3 अंग माने जाते हैं. ऑप्शन ए शिक्षक, शिक्षार्थी एवं पाठ्य योजना. बी शिक्षार्थी, पाठ्यक्रम एवं पाठ्य योजना. सी शिक्षक, शिक्षार्थी एवं पाठ्यक्रम. डी शिक्षक, शिक्षार्थी एवं विद्यालय. ऑप्शन सी ആണ് ആൻസർ. എന്താണ്? शिक्षक, शिक्षार्थी एवं पाठ्यक्रम. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. बालक को पहले उदाहरण देना चाहिए और फिर इस उदाहरण के आधार पर उसे सामान्यीकरण करने को प्रोत्साहित करना चाहिए. यह बात किस सूत्र के अंतर्गत आती है? ऑप्शन ए सहज से कठिन की ओर, बी विशेष से सूक्ष्म की ओर, सी स्थूल से सूक्ष्म की ओर, डी कठिन से सहज की ओर. ആൻസർ എന്താണ്? ഓപ്ഷൻ സി स्थूल से सूक्ष्म की ओर. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. केंद्रीय शिक्षा विभाग की स्थापना का श्रेय किसको है? ऑप्शन ए कर्सन, बी हर्टांग, सी फ्रोबल, डी ആഡംസ്. അപ്പോൾ ആൻസർ വരുന്നത് ആരാ? കർജൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ അടുത്തത് कोर पाठ्यक्रम की शिक्षा पर बल देता है. ए सामान्य शिक्षा, बी विशिष्ट शिक्षा, सी आयुर्वेद शिक्षा, डी सैद्धांतिक शिक्षा. ऑप्शन ए ആണ് ആൻസർ. സാമാന്യ ശിക്ഷ. അടുത്ത ചോദ്യം നോക്കാം. शिक्षा में प्रश्नोत्तर विधि को जन्म देने वाला कौन है? ऑप्शन ए प्लेटो, बी സുകരാത്, സി അരസ്തു, ഡി ലോഞ്ചിനസ്. അപ്പോൾ അടുത്ത അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി സുകരാത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. पाठ्यक्रमों का निर्धारण किस सिद्धांत पर होना चाहिए? ये लचीला न हो, जीवन के उद्देश्यों से प्रेरित हो, सी क्रिया पर आधारित न हो, डी अपने आप में पूर्ण न हो. आंसर ऑप्शन बी जीवन के उद्देश्यों से प्रेरित हो. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. बौद्धकाल में छात्रों के वस्त्र धारण को क्या कहा जाता था? ऑप्शन ए त्रिविधि, बी त्रिदिनी, സി ത്രിപിടക്, ഡി തിസിവര. അപ്പോൾ ത്രിപിടക് എന്നുള്ളത് ബുദ്ധന്മാരുടെ ഗ്രന്ഥമാണ് കേട്ടോ. അപ്പോൾ ഇത് ആൻസർ ചെയ്യുന്ന ഓപ്ഷൻ ഡി തിസിവര എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. अंतर्निरीक्षण पद्धति में किसका अभाव है? ए विश्वसनीयता, बी वैधത, സി വസ്തുപരകത, ഡി ഉപരിയുക്ത സഭി. അല്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു 90% ആ ഡി എന്നുള്ള ഓപ്ഷൻ തന്നെയായിരിക്കും. ഉപരിയുക്ത സഭി എന്നുള്ള ആ ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ആൻസർ. ഇപ്പം നിങ്ങൾ മുത്തപ്പൻ കുത്ത് ഇടുന്നുണ്ടെങ്കിൽ, അതായത് പറയാം അറിയാത്ത ഏതെങ്കിലും ഒരു ആൻസർ കർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉപരിയുക്ത സഭി എന്നുള്ള ആ ഓപ്ഷൻ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കർപ്പിക്കുക. അതായിരിക്കും ബെറ്റർ. ഒരു 90% അത് തന്നെ ആയിരിക്കും ആൻസർ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വരുന്നത് ഉപരിയുക്ത സഭി എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. साक्षरता न तो शिक्षा का अंत है और न प्रारंभ, यह केवल एक साधन है जिसके द्वारा पुरुष और स्त्री को शिक्षित किया जा सकता है. यह किसका कथन है? ऑप्शन ए महात्मा गांधी, बी जवाहरलाल नेहरू, सी ഡോക്ടർ രാധാകൃഷ്ണൻ, ഡി സ്വാമി വിവേകാനന്ദ. ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയാണ് ഇതിൽ ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഡാൾട്ടൺ പ്രണാലിക്ക് മുഖ്യ പ്രവർത്തകർ. ഓപ്ഷൻ എ പെസ്റ്റലോസി, ബി ഫ്രോബൽ, സി ഹെർബർട്ട്, ഡി ശ്രീമതി ഹെലൻ പാർക്ക്ഹെസ്റ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ശ്രീമതി ഹെലൻ പാർക്ക്ഹെസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ब्रह्मचर्य आश्रम का नया नाम कौन सा है? ऑप्शन ए तक्षशिला, बी नालंदा, സി വിശ്വഭാരതി, ഡി ശാന്തി ഭാരതി. ബ്രഹ്മചര്യ ആശ്രമം എന്നതിൻ്റെ പുതിയ പേരെന്താണ്? ഓപ്ഷൻ സി വിശ്വഭാരതി എന്നാണ്. അപ്പോൾ അടുത്ത ചോദ്യം. ग्राम्स एवं आयुवर्सन के अनुसार यूनिट रचना के 4 पद क्या क्या है? ऑप्शन ए प्रविष्ट करना, योजना बनाना, अनुसंधान करना, अंतिम सीमा प्राप्त करना. बी प्रविष्ट करना, अनुसंधान करना, कक्षा कार्य करना, मूल्यांकन करना. सी पाठ्य योजना बनाना, कक्षा कार्य करना, मूल्यांकन करना, ग्रेड देना. डी प्रविष्ट करना, योजना बनाना, मूल्यांकन करना, ग्रेड देना. आंसर വരുന്ന ഓപ്ഷൻ എ प्रविष्ट करना, योजना बनाना, अनुसंधान करना, अंतिम सीमा प्राप्त करना. അപ്പോൾ അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. निम्नलिखित में कौन सा उद्देश्य शिक्षा दर्शन का उद्देश्य नहीं है? ऑप्शन ए अध्ययन कार्य का व्यावसायिकीकरण करना, बी छात्रों के प्रति अध्यापक के प्रेम और उन पर अध्यापक के नियंत्रण में वृद्धि करना, सी शैक्षिक प्रक्रिया की आधारिक पूर्व धारणाओं की विवेचनात्मक जांच करना, डी अध्यापन कार्य में मूल्यों तथा लक्षणों का स्पष्टीकरण करना. आंसर ऑप्शन बी छात्रों के प्रति अध्यापक के प्रेम और उन पर अध्यापक के नियंत्रण में वृद्धि करना. അടുത്ത ചോദ്യം. विद्याहीन मनुष्य पशु है, यह किसकी उक्ति है? ऑप्शन ए भर्तृहरि, बी वामन, सी दंडी, डी पाणिनि. आंसर ऑप्शन ए भर्तृहरि. अब അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. एक रेखा चित्र में
हजार से अधिक शब्द निहित होते हैं। इसका अभिप्राय है कि शिक्षक को ए पढ़ाते समय रेखा चित्रों का प्रयोग करना चाहिए, बी कक्षा में शिक्षण उपकरणों का प्रयोग करना चाहिए, सी पढ़ाते समय रेखा चित्रों का प्रयोग नहीं करना चाहिए, डी कक्षा में अधिक बोलना चाहिए। ആൻസർ വരുന്ന ഓപ്ഷൻ എ पढ़ाते समय रेखा चित्रों का प्रयोग करना चाहिए। അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് എന്താ നോക്കാം. शिक्षण के सामान्य सिद्धांत में इसमें क्या नहीं आता? ऑप्शन ए रुचि को जागृत करने का सिद्धांत, बी प्रेरणा का सिद्धांत, सी क्रिया द्वारा सीखने का सिद्धांत, डी ज्ञात से अज्ञात की ओर आने का सिद्धांत. ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ज्ञात से अज्ञात की ओर आने का सिद्धांत. അപ്പോൾ അടുത്ത ചോദ്യം. कोठारी कमीशन ने वयस्क शिक्षा का प्रसार करने के लिए किस पर बल दिया? ये नियमित शिक्षा, बी പത്രാചാർ പാഠ്യക്രम, സി പ്രായോഗിക പാഠ്യക്രम, ഡി സൈദ്ധാന്തിക പാഠ്യക്രम. ആൻസർ വരുന്ന ഓപ്ഷൻ ബി പത്രാചാർ പാഠ്യക്രम എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. शिक्षक को ब्रह्म की प्रतिमा मानने वाला है, ये यथार्थवादी, बी आदर्शवादी, सी प्रगतिवादी, डी പ്രയോജനവാദി. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആദർശവാദി. ഐഡിയലിസ്റ്റിലാണ് അല്ലേ അധ്യാപകനെ എന്തായി കാണുന്നത്, ദൈവമായിട്ട് കാണുന്നത് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. किस पद्धति से बालकों की निरीक्षण, परीक्षण, तुलना, निर्णय इत्यादि करने की शक्ति में वृद्धि हो जाती है? ये आगमन पद्धति, बी निगमन पद्धति, सी ഹ്യൂറിസ്റ്റിക് പദ്ധതി, ഡി കാര്യ പദ്ധതി. അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ഹ്യൂറിസ്റ്റിക് പദ്ധതിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. शिक्षा में मनोविज्ञान का मुख्य योगदान किसमें निहित है? सुनिए, उन लक्ष्यों को परिभाषित करना जिनकी प्राप्ति के लिए अध्यापक को प्रयास करना चाहिए, भी अध्यापक की सशक्त रूप में सफल विधियों एवं प्रक्रियाओं की पहचान करना, सी अध्यापन कला के लिए वैज्ञानिक आधार प्रदान करना, डी विविध शैक्षिक प्रक्रियाओं की सापेक्षिक प्रभावशीलता की तुलना करना. ഓപ്ഷൻ സി അധ്യാപന കല के लिए वैज्ञानिक आधार प्रदान करना എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. जो वाचन योग्यता में अपनी मानसिक योग्यता से कम है अथवा दूसरे विषयों में पिछड़े हुए हैं, उनको देने वाला शिक्षण कौन सा है? ऑप्शन ए सामान्य शिक्षण, बी പ്രായോഗിക शिक्षण, सी उपाय शिक्षण, डी विशिष्ट शिक्षण. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ഉപായ ശിക്ഷണമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. लोकतंत्रीय शिक्षा में निम्नलिखित सिद्धांतों पर बल दिया है. व्यक्तिगत स्वतंत्रता का सिद्धांत, समानता का सिद्धांत, अधिकारों व कर्तव्यों के सह संबंध का सिद्धांत, विचार विमर्श की स्वतंत्रता न होने का सिद्धांत. സഹി ഉത്തർ ചുൻകർ ലിഖിയ അല്ലെ ചുൻ ലീജിയ. അപ്പോൾ ഇതിൽ വരുന്നത് 1, 2, 3 ഈ 3 ശരി തന്നെയാണ് അല്ലെ, 4മത്തെയാണ് തെറ്റി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. पाढ़ी योजना का एक महत्वपूर्ण ढंग जिनके द्वारा कक्षा की क्रियाएं संगठित एवं निर्देशित होती है. ये कक्षा कार्य, बी गृह कार्य, सी दत्त कार्य, डी विद्यालय कार्य. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി दत्त कार्य എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. भारत में आधुनिक शिक्षा का जन्मदाता किसे माना जाता है? ए वारन हेस्टिंग्स, बी चार्ल्स ग्रांट, सी दयानंद सरस्वती, डी जोनाथन टंडन. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി चार्ल्स ग्रांट എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അന്തിम क्वेश्चन നമുക്ക് നോക്കാം. केंद्रीय प्रशिक्षण को अपनी पद्धति का आधार बनाने वाला कौन है? ए बेकन, बी मोंटिसोरी, सी फ्रोबल, डी റൂസോ. അപ്പോൾ ആൻസർ വരുന്നത് ഇന്ദ്രിയ പരിശീലനം ആരാണ് വരുന്നത്, ആരുടെ പദ്ധതിയാണ് വരുന്നത്? മോണ്ടിസോറിയുടെ ഇതാണ് വരുന്നത്, അറിയാം അല്ലേ. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നല്ല കമൻസുകൾ തരിക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ധന്യവാദ്.